കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ നിൽക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി നമുക്കങ്ങനെ ഗോപുരവാതിൽ കിടക്കാം. ഇന്നിപ്പോൾ വേറൊരു പ്രത്യേക ദിവസം കൂടിയാണ്. ഗജരത്നം പത്മനാഭൻ്റെ ഓർമ്മ ദിവസമാണ്. 6 വർഷമായി അദ്ദേഹം പോയിട്ട്. അപ്പോൾ അത് രാവിലെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ഓരോരോ ദിവ്യമായ ആളുകൾ എന്ന് പറഞ്ഞ പോലെ കേശവനെ പോലെ തന്നെ അതോട് അത്രത്തോളം ഇല്ലെങ്കിലും അതിനടുത്തൊക്കെ വന്ന ഒരു ആനയായിരുന്നു ഗജരത്നം പത്മനാഭനും. അപ്പോൾ ആ അനുസ്മരണമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അതേപോലെ തന്നെ ഇന്നിപ്പോൾ പ്രത്യേകത ആ ശീവേലിപ്പുര അതിന്നിപ്പോൾ വൈദ്യുതാലങ്കാരത്താൽ മുഖരിതമാവും. വൈകുന്നേരം 7 മണിക്കെന്നാണ് പറയുന്നത്. ശീവേലിത്തടമ്പൊക്കെ അങ്ങനെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഭക്തർക്ക് വേറിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്നു മുതൽ ഉണ്ടാവുക. അതെന്തായാലും നല്ലൊരു കാഴ്ചയാവും. അപ്പോൾ നമുക്കങ്ങനെ കണ്ട് വലിയ ബലിക്കല്ല് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറി ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവൾക്കൊക്കെ കണ്ട് തൊഴുതങ്ങനെ വരാം. വലത്തേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ആ പ്രകാശം അങ്ങനെ കാണുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തി നല്ലൊരു ഉണ്ണിക്കുട്ടനാണ് അങ്ങനെ കാണുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിലൊരു വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയും അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാനുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അപ്പോൾ ഒന്ന് വെണ്ണക്കണ്ണനായിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നല്ല ചിരിയിലാണ്. വെണ്ണൂറില കിട്ടിയ ചിരിയിലാണ്. പൊന്നോടക്കുഴലുണ്ട്. അപ്പോൾ ആ പുഞ്ചിരി ഇങ്ങനെ കാണാണ്ട് അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാതിൽ ചെവിപ്പൂക്കൾക്ക് ബദലായിട്ട് 2 ഗോപീതിലകം കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതും, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ തന്നെ 2 തിക്കായിട്ടുള്ള ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെള്ളപ്പൂവ് ധാരാളം 1, പിന്നെ തെച്ചി തുളസി 1, അതേപോലെ തന്നെ പിന്നെ അടുത്തതിൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയും ആയിട്ടുള്ളത്. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും അണിഞ്ഞത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു കാഴ്ചയാണ്. എല്ലാ ഭക്തരെയും നോക്കി കണ്ടുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടുള്ള ആ നിൽപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ആ വെണ്ണക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുതോളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ഒക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. ഇന്നലെ ഇപ്പോൾ ആലിലക്കണ്ണനായിരുന്നു, അപ്പോൾ ഇന്നിപ്പോൾ വെണ്ണക്കണ്ണനാണ്. അങ്ങനെ അത് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ആ സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന്
ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നീട് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ ആ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് അങ്ങനെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഞാൻ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം അവിടുന്ന് ഒന്ന് പ്രദർശനം ചെയ്ത് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുക നമസ്കരിക്കാം. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ടും തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് വന്ന് പിന്നെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യാം. ആ രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കണ്ട് തൊഴുക. പണ്ടത്തെ രുദ്രതീർത്ഥ കുളത്തിൻ്റെ പേര് വടക്കേച്ചിറ എന്നാണ് കേട്ടോ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നേരെ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിനൂടെ അങ്ങനെ വന്ന നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപ്പാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.